എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പാർലറിൽ ഹെയർ സ്പാ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഹെയർ സ്പായിനെ കുറിച്ച് പറയുവാണെങ്കിൽ മിക്ക ആളുകളും തന്നെ ഹെയർ സ്പാ ചെയ്യണത് ഒന്നെങ്കിൽ ഡാൻഡ്രഫ് അവരുടെ തലയിൽ കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വരുമ്പോഴായിരിക്കും, അങ്ങനെ ഹെയറിനോ സ്കാൽപ്പിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോഴായിരിക്കും അവർ പാർലറിൽ പോണതോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ സ്പായൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെയർ സ്പാ ചെയ്യണത് നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേട്ടും അത് പൊളിഞ്ഞു പോയിട്ട് പുതിയ സ്കിൻ വരും. അപ്പോൾ ആ പൊളിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുകയും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സെബവും പുറത്തുനിന്നുള്ള പൊടിയും ചെളിയും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലും എല്ലാം കൂടി അടിഞ്ഞു കൂടിയിട്ട് അത് കൂടുതൽ ഡാൻഡ്രഫ് ആയിട്ട് മാറാനും ഹെയർ ഫോൾ ഉണ്ടാകാനും ഹെയർ ഗ്രോത്തിനെ തടയാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീവി കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കെട്ടും ജടയൊക്കെ ഒന്ന് വിടർത്തിയെടുക്കണം. അപ്പോൾ പാർലറിലാണെങ്കിൽ ആദ്യം കോമ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസോ ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് മസാജർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഡാൻഡ്രഫും അതുപോലെ ഡെഡ് സ്കിൻ സെൽസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ചീപ്പിൻ്റെ പല്ല് വെച്ചിട്ട് ചെറുതായിട്ട് സ്കാൽപ്പിന് മുറിയാത്ത രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഹെയർ സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം ആ സെക്ഷനിൽ കൂടെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഡാൻഡ്രഫ് ഉള്ളത് ഇങ്ങനെ പതുക്കെ റിമൂവ് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ചീപ്പിൻ്റെ പല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ ടെയിൽ കോംബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കാൽപ്പ് മുറിവൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ തലയിൽ നല്ല ഡാൻഡ്രഫോ അല്ലെങ്കിൽ മുടി പൊഴിച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ശകലം വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്കും അതുപോലെ ഹെയറിലേക്കും ഒക്കെ നന്നായിട്ട് ഓയിൽ ആകത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സമയത്തും വളരെ സോഫ്റ്റായിട്ട് തന്നെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും ഇത്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ സ്റ്റീമർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്റ്റീം കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് സ്റ്റീം അടിച്ചു കൊടുക്കരുത്. നമ്മുടെ ഹെയറിലേക്ക് വേണം സ്റ്റീം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ആ ഹെയറിൽ കൂടെ നമ്മുടെ സ്കാൽപ്പിന് ആവശ്യത്തിനുള്ള സ്റ്റീമും ചെന്നോളും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീമർ കൊണ്ട് സ്റ്റീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് അനക്കി കൊടുത്തതിന് ശേഷം വേണം അനക്കി കൊടുത്തുകൊണ്ട് വേണം സ്റ്റീം കൊടുക്കാനായിട്ട്. കാരണം ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് തന്നെ ഒരുപാട് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ മുടിയൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കെട്ടി വെക്കുക. ഇനി സ്റ്റീമർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടവൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം തലയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ഇടേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ കുതിർത്തതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പച്ചവെള്ളത്തിൽ കുതിർത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ 2 ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ എൻ്റെ ചെമ്പരത്തിയിലുണ്ടായത് കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കറിവേപ്പിൻ്റെ പൂവാണ്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതെൻ്റെ ബാൽക്കണിയിലുണ്ടായത് ഞാൻ ഉള്ളി കളഞ്ഞപ്പോൾ അത് ഞാൻ കളയാതെ വെച്ച് പാക്കിന് വേണ്ടി ഉപയോഗിച്ചതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് 1 സ്പൂണ് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടിയും കൂടെ നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് പായ്ക്കും നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്
ഓയിൽ. അപ്പം നിങ്ങളുടെ തലയിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുക. അറ്റ്ലീസ്റ്റ് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഉലുവയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഉലുവയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഉലുവ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ അതിനകത്ത് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ടൈറ്റാണെന്ന് തോന്നുവാണെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് പാകത്തിനൊന്ന് ഒരുപാട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒഴുകി പോകുകയും ചെയ്യരുത്, എന്നാൽ സ്കാൽപ്പിൽ നിൽക്കുകയും ചെയ്യണം. ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒരു 30 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ സെക്ഷനായിട്ട് എടുത്തിട്ട് പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമ്മളിങ്ങനെ സെക്ഷനായിട്ട് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിലായാലും പാക്കായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസും ഡാൻഡ്രഫും അതുപോലെ ഇംപ്യൂരിറ്റീസും ഒക്കെ മാറ്റി നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കാനും നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവർ പാർലറിൽ പോയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ അത് നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമുക്കൊരു റിലാക്സേഷൻ തരുന്ന ഒരു കാര്യം കൂടിയാണ് സ്പാ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ഹെയർ ഓയിലേക്കും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പായ്ക്കായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് മുടിയൊന്ന് നന്നായിട്ട് കെട്ടി വെക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് സൈഡിലേക്ക് ഇച്ചിരി നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്രണ്ട് സൈഡിലാണ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ പാക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് പാക്ക് തലയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഒന്നെങ്കിൽ താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ താളിയൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ താളിയുടെ ബാക്കി ഭാഗങ്ങൾ പൊടികളൊക്കെ നമ്മുടെ തലയിൽ ഇരിക്കാതെ എല്ലാം നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പാക്കും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത ഓയിലും ഒക്കെ നന്നായിട്ട് നമ്മുടെ തലയിൽ നിന്ന് വാഷ് ഓഫ് ആയി പോകത്തക്ക രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തുമ്പൊന്നും ഉണങ്ങിയിട്ടില്ല, ഇച്ചിരി കൂടി ഉണങ്ങാനുണ്ട്. പക്ഷേ ഇത് കണ്ടോ, മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ആയിട്ടുണ്ട് കേട്ടോ മുടി കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല മുടി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.